സന്തോഷി, നമസ്കാരം. നമസ്തേ നമസ്തേ. സന്തോഷി, ആ എനിക്ക് വ്യക്തിപരമായിട്ടും അല്പം ചരിത്രപരവുമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച്, ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത വരുത്താൻ വേണ്ടി അങ്ങോട്ട് ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നു. പറഞ്ഞോ. അതെന്നാ വെച്ച് കഴിഞ്ഞാലേ, അതൊരു രസകരമാണ്, എന്നാൽ അത് അത്യാവശ്യം അത്ഭുതാഭാവം കൂടിയാണ് എന്റെ ചോദ്യം. ആയിക്കോട്ടെ, എനിക്കറിയാവുന്നതാണ്. ഇപ്പോ രാമായണത്തിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്നായിരുന്ന ലങ്കാധിപതിയായ രാവണൻ, ഈ രാവണന്റെ ജീവിതോദ്ദേശം, ഈ രാവണന്റെ 10 തല എന്തിനെ പ്രതിനിധീകരിക്കും? രാക്ഷസാധിപതിയായ രാവണൻ ആരായിരുന്നു? ഇന്ന് സോഷ്യൽ മീഡിയയില്, പ്രത്യേകിച്ച് കേരളത്തിൽ, രാവണൻ ഒരു കഥാപാത്രമാണ്. എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരു കഥാപാത്രമായി കയറിയിട്ടുണ്ട്. രാവണൻ ആരാണ് എന്നുള്ള കാര്യം ചരിത്ര പുരുഷനാണ്. അപ്പൊ അതുകൊണ്ട് ഈ രാവണ ഉദ്ദേശം, രാവണൻ ആരാണ്, എന്താണ് രാവണന്റെ ജീവിതോദ്ദേശം, എന്താണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തി ദോഷവും ഗുണവും എന്താണ്, ഈ 10 തല എന്തിനെ പ്രതിനിധീകരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ ഇന്ന് സമൂഹം, വ്യക്തിപരമായി എനിക്കും സമൂഹത്തിനും ഇത് ആവശ്യമുണ്ട്. പ്രണവവേദാചാര്യൻ എന്നുള്ള നിലക്ക് തീർച്ചയായിട്ടും അങ്ങ് ശ്രീരാമ സിദ്ധാന്തം അവതരിപ്പിച്ചിട്ടുള്ള ആളെന്നുള്ള നിലക്കും ഇതിന് വ്യക്തമായ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന തരത്തില് ഒരു ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. തീർച്ചയായിട്ടും ഞാൻ എന്റെ ഓർമ്മയിൽ വെച്ച് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ, എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്ന് പറയാനായിട്ട് ശ്രമിക്കാം. അതായത് നമ്മള് വളരെ ബഹുമാനത്തോടു കൂടിയിട്ടാണ് ആ രാവണനെ കാണുന്നത്. രാമനാമത്തിനൊപ്പമാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്, ശ്രീരാമനാമത്തിനൊപ്പമാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. എങ്കിലും ശ്രീരാമനാമം വിട്ടുകൊണ്ട് തികച്ചും അങ്ങ് പറഞ്ഞ പോലെ രാവണൻ എന്ന് പറയുന്ന ആ ചരിത്ര പുരുഷനിലേക്ക് നമുക്കൊന്ന് ചെല്ലാം. എങ്ങനെയാണ് ഒരാള് രാക്ഷസ രാജാവാകുന്നത്? അത് അറിയുമ്പോഴാണ് രാവണനെ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് രാവണൻ ആരാണെന്ന് ഞാനൊന്ന് പറയാനായിട്ട് ശ്രമിക്കാം. സന്തോഷം. രാവണന്റെ പിതാവ് വിശ്രവസ്, മാതാവ് രാമായണത്തിലുണ്ടല്ലോ. അതെ, മാതാവ് കൈകസി. വിശ്രവസിന്റെ പിതാവ് പുലസ്ത്യൻ എന്ന് പറയുന്ന ആളാണ്. അതായത് സപ്തർഷികളിൽ ഒരാളാണ് പുലസ്ത്യൻ. അതെ. രാവണന്റെ ഗ്രാൻഡ്മ എന്ന് പറയുന്നത്, അതായത് പുലസ്ത്യന്റെ ഭാര്യ ഹവീർ ഭുക്ക് എന്ന അവരുടെ പേര്. എന്താ പേര്? ഹവീർ ഭുക്ക്. അപ്പൊ വിശ്രവസിന് 2 ഭാര്യമാരുണ്ടായി. അല്ല, അതിനിടയ്ക്ക് വേറെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. അതിന് മുമ്പ് ഒരു പേര് പറഞ്ഞല്ലോ, പുലസ്ത്യൻ. അതെ, ആ ഒരു പദം ഞാൻ ഇടയ്ക്ക് അങ്ങയുടെ ഒരു ചോദ്യം അതിനിടയ്ക്ക് കേൾ ചോദിക്കാൻ എനിക്ക് വേറെ തോന്നരുത്. ഈ പുലസ്ത്യൻ എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മള് ഈ വർണ്ണ വ്യവസ്ഥയില്, ജാതി വ്യവസ്ഥയില് ഒക്കെ പറയുമ്പോ അങ്ങനെ വല്ലതും ആ പേരിന് പ്രസക്തി ഉണ്ടായിരുന്നോ? ഇപ്പോൾ നമ്മൾ തെറ്റായിട്ട് ധരിക്കുന്നത് പലതിനും വ്യത്യാസം വരും. ഞാൻ ഇതെല്ലാം പറയുമ്പോ നമ്മൾ ഒന്നിച്ചു പുലരുന്നതിന് കാരണം പുല്ലാണ്. അതായത് പുലരുന്നതിന് കാരണം പുല്ലാണ്. നമ്മളെ ഒന്നിച്ചു പുലർത്തുന്നതിന് കാരണം പുലയർ എന്ന് പറയുന്ന, നമ്മൾ ഒന്നിച്ചു പുലർത്തുന്നതിന് കാരണമായിരിക്കുന്ന ഹരിതലോകത്തെ കുറിച്ച് A to Z കാര്യങ്ങൾ പഠിക്കുകയും നമുക്ക് ജീവനാംശത്തെ നൽകുവാനായിട്ട് നമ്മളെ ഒന്നിച്ചു പുലർത്തുവാൻ പ്രാപ്തിയുള്ളവരുമായിട്ടുള്ള ഒരു സമൂഹമാണ് അടിസ്ഥാന വർഗം എന്ന് പറയുന്നത്. അടിസ്ഥാന വർഗം എന്ന് പറയുമ്പോ വീണ്ടും എന്റെ ചോദ്യം വരുവാ. സന്തോഷി, ഒരു ചെറിയ സംശയം കൂടെ ഉണ്ട് ആ ചോദ്യത്തില്. ഈ അടിസ്ഥാന വർഗം എന്ന് പറയുമ്പോ, ഇന്ന് അടിസ്ഥാന വർഗം എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിൽ ആദ്യം, ഈ പൊതുസമൂഹത്തിൽ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രതീതിയുണ്ട്. അത് താഴേക്കിടയിലാണെന്നുള്ള ഒരു രീതിയിലാണ് ഈ അടിസ്ഥാന വർഗം. അങ്ങനെയല്ല, ഇതാണ് പറയുന്നത്. നമ്മൾ അങ്ങ് ചോദിക്കുന്ന എന്തോ വലിയ ചോദ്യങ്ങളാണെന്നറിയോ? കാരണം അടിസ്ഥാന വർഗം എന്ന് പറയുമ്പോൾ അടിസ്ഥാനം എന്താണ്? ജീവനാംശം. ജീവൻ നിലനിൽക്കണമെങ്കിൽ ജീവനാംശം ആവശ്യമാണ്. ജീവനാംശത്തെ പാലനം ചെയ്യിക്കുന്നവരാണ് അടിസ്ഥാന വംശം എന്ന് പറയുന്നത്. അതായത് നമുക്ക് വിഭവങ്ങളെ വിളമ്പി നൽകുവാനുള്ള, അല്ലെങ്കിൽ നമുക്ക് മുഴുവൻ ജീവനാംശവും നൽകുവാനുള്ള പ്രാപ്തിയുള്ളവരെയാണ് അടിസ്ഥാന വംശം എന്ന് പറയുന്നത്. അടിസ്ഥാന ഏതൊരു കാര്യത്തിനും അടിസ്ഥാനം വേണമല്ലോ. അത് ഉറപ്പുള്ളതും ബലമുള്ളതും ക്ഷമയുള്ളതും. നമ്മള് 3 ജീവവർഗമായിട്ട് ജീവലോകത്തെ തിരിക്കുമ്പോൾ
അതായത് ഉൽപാദകര്, ഉപഭോക്താക്കൾ, വിഘാടകര്, ഇങ്ങനെ 3 വിഭാഗം. അതിനകത്ത് അടിസ്ഥാനം എന്ന് പറയുന്നത് ജീവനാംശത്തെ ഏകുന്നവരാണ്. ഏറ്റവും പ്രാധാന്യമുള്ള മേഖലയാണ് അതല്ലേ? അതെ അതെ. അപ്പൊ അങ്ങനെ നമുക്ക് ജീവനാംശത്തെ ഏകുവാനായിട്ട് പ്രയത്നിക്കുന്നവരെ, അധ്വാനിക്കുന്നവരെ, നിലനിൽക്കുന്നവരെ, ആ സ്ഥിതിക്ക് കാരണമായിരിക്കുന്ന അവസ്ഥയെ സൃഷ്ടിക്കുന്നവരെ, അവരെയാണ് അടിസ്ഥാന വർഗം എന്ന് പറയുന്നത്. വേറെ തെറ്റായിട്ട് ഒന്നും ധരിക്കേണ്ടതില്ല കേട്ടോ. അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും, ഏത് ജാതിയിൽപ്പെട്ടവരായാലും, ഏത് രാജ്യത്തുള്ളവരായാലും എല്ലാം നമുക്ക് ജീവനാംശത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരെല്ലാം അടിസ്ഥാന വർഗമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ പ്രകൃതിയിലേക്ക് എടുത്തു വെച്ചാൽ സസ്യലോകമാണ് അടിസ്ഥാന വർഗം. പുലരുന്നതിന് കാരണക്കാരായിട്ടുള്ളവർ. ഇവിടെ തേനാകുന്നതും പാലാകുന്നതും എല്ലാം പുല്ലിൽ നിന്നാണ്. നമ്മൾ ഒന്നിച്ചു പുലരുന്നതിന് കാരണം ഈ പുല്ലാണ് എന്ന് പറയുന്ന ആ പുല്ലാണ്. അപ്പൊ ഈ പുലസ്ത്യൻ എന്ന് പറയുന്ന ആള് സപ്തർഷികൾ, അതായത് നമ്മള് സ്റ്റാർ പദവി നൽകിയിട്ടുള്ള ഒരു മഹർഷിയാണ്. അത്രയും ബഹുമാന്യനായിട്ടുള്ള പുലസ്ത്യന്റെ ഈ സ്റ്റാർ പദവി നൽകിയിരിക്കുന്നത് ആരാ? നമ്മളുടെ ഭാരതത്തിന്റെ മുഴുവൻ പൗരാവലിയും നൽകിയിരിക്കുന്ന സ്റ്റാർ പദവിയാണ്. ലോകത്തിന്റെ സ്റ്റാർ പദവിയാണ്. ലോകത്ത് ആദ്യമായിട്ട് ആർക്കെങ്കിലും ഒരു സ്റ്റാർ പദവി നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഭാരതത്തിന്റെ ജനതതി ആണ് സ്റ്റാർ പദവി നൽകിയത്. അത് സപ്തർഷികൾക്കാണ് നൽകിയിരിക്കുന്നത്. അതെ അതെ അതെ. അതിലൊരാളാണ് പുലസ്ത്യൻ. അതെ. മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, വസിഷ്ഠൻ എന്നൊക്കെ പറയുന്ന ആ സപ്തർഷി കൂട്ടത്തിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള എടുത്തു പറയേണ്ട ഒരു പേരാണ് പുലസ്ത്യൻ. ആ പുലസ്ത്യന്റെ പരമ്പരയിൽപ്പെട്ട ആളാണ് രാവണൻ. വിശ്രവസിന്റെ മകനാണ് രാവണൻ. അപ്പോ പുലസ്ത്യന്റെ ഭാര്യ എന്ന് പറയുന്നത് ഹവീർ ഭുക്ക് എന്ന് പറയുന്ന ശ്രീരത്നമാണ്. വിശ്രവസിന് 2 ഭാര്യമാരാണ്. അതായത് രാവണന്റെ അച്ഛന്. രാവണന്റെ അച്ഛന് 2 ഭാര്യമാരുണ്ട്. ഭരദ്വജൻ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ പുത്രിയായിട്ടുള്ള ഇളബിള അഥവാ ഇടബിട എന്നും പേരുണ്ട്. ഇനി വേറൊരു പ്രധാനപ്പെട്ട പേരിലാണ് അറിയപ്പെടുന്നത്. ദേവവർണിനി എന്നാണ് ആ പേര്. ദേവവർണിനി. അപ്പൊ വിശ്രവസിന്റെ 2ാമത്തെ ഭാര്യയാണ് കൈകസി. സുമാലിക്ക് കേതുമതിയിൽ ജനിച്ചതാണ് കൈകസി. ഇളബിള എന്ന് പറയുന്ന, അതായത് ദേവവർണിനി എന്ന് പറയുന്ന വിശ്രവസിന്റെ ഭാര്യയിൽ ജനിച്ചതാണ് വൈശ്രവണൻ. പിടികിട്ടിയോ? കുബേരൻ എന്നും ഒരു പേരുണ്ട് അദ്ദേഹത്തിന്. സമ്പത്ത് കുമിഞ്ഞു കൂടിയതിനാൽ കുബേരൻ. ഈ കുബേരൻ അല്ല അഷ്ടദിക്പാലക പീഠങ്ങളിലെ കുബേരൻ കേട്ടോ. അത് ഹിമവാനാണ് ആ കുബേരൻ. എന്നാൽ തെക്കൊരു കുബേരൻ ഉണ്ടായിരുന്നു. അത്രയും ധനത്തിന് ശേഷിയുള്ള കുബേരൻ ഉണ്ടായിരുന്നു. അത് ഈ രാവണന്റെ സഹോദരനായ മുത്ത സഹോദരനായിട്ടുള്ള, എന്നാൽ അച്ഛന്റെ ആദ്യത്തെ ഭാര്യയിൽ ഉണ്ടായിരുന്ന ഇളബിളയ്ക്ക് ജനിച്ച വൈശ്രവസിന്റെ പുത്രനാണ് കുബേരൻ. കൈകസിയില് വൈശ്രവസിന് ഉണ്ടായതാണ് രാവണൻ മൂത്താള്. പിന്നെ കുംഭകർണൻ, വിഭീഷണൻ, പെങ്ങളുണ്ട് ഇവർക്ക്. അതാണ് ശൂർപ്പണഖ. ഇത് രാവണന്റെ ഭാര്യ. 4 പേരാണ് ഉണ്ടായത്. 4 മക്കളാണ്. ഇന്ന് രാവണന്റെ കുടുംബത്തിലേക്ക് വരുവാണെങ്കിൽ രാവണന്റെ ഭാര്യ എന്ന് പറയുന്നത് മായാസുരന്റെ വളർത്തുപുത്രിയാണ് മണ്ഡോദരി. രാവണന്റെ പുത്രന്മാരെന്ന് പറഞ്ഞാൽ മേഘനാഥൻ, അതികായൻ, അക്ഷകുമാരൻ. ഇവര് 3 പേരാണ്. 3 പേര്. ഇനി ഈ രാവണന് 10 തല. അതാണ് അങ്ങ് ചോദിച്ചത് 10 തലയെ കുറിച്ച്.